ഹലോ സിറാജ് ദേവി. ഒന്ന് ന്യൂസ് ഡെസ്ക് നോക്കൂ. ന്യൂസ് ബ്യൂറോ. ഹലോ, ഒന്ന് ന്യൂസ് ബ്യൂറോ കണക്ട് ചെയ്യാം. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. സെക്കൻഡ്. ന്യൂസ് ബ്യൂറോ അല്ലേ? ഹലോ. ഹലോ, സിറാജ് ന്യൂസ് ബ്യൂറോ അല്ലേ? അതെ. ഞാൻ ചെറിയൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. അതായത് പിന്നെ ഞാൻ മർക്കസിൽ കഴിഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ കേശപ്രദർശനം അതുപോലെ പിന്നെ വെള്ളം വിതരണത്തിന്റെ ഒന്നും വാർത്ത അതിൽ വന്നില്ലല്ലോ പത്രത്തില്. അത് തൽക്കാലം കൊടുക്കണമെന്ന് പറഞ്ഞ. അല്ല, അത് എന്താണ് കാരണം? അതങ്ങനെ അവിടുത്തെ പരിപാടി നിവേദന പരിപാടിന്റെ കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, നബിദിന പരിപാടിന്റെ കൊടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താണോ? അല്ലല്ല, അവിടുന്ന് മേലെ എന്നുള്ള ആവശ്യം കൊടുക്കണ്ട. ഉസ്താദുമാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണോ? അതെ അതെ അതെ, മർക്കസ് എന്ന് പറഞ്ഞു. അത് ശരി, അങ്ങനെ. അപ്പോ എന്താ റീസൺ? കാരണം പ്രവർത്തകന്മാർക്കിടയിലൊക്കെ ഒരുപാട് അസ്വാരസ്യങ്ങൾ. അല്ല, അത് അവരോട് ചോദിക്കണം എന്താ റീസൺ. ശരി, അല്ല, നിങ്ങൾ സ്വയം ചെയ്തതാണോ എന്നുള്ള അമർഷം പല ആളുകൾക്കും ഉണ്ട്. ഇല്ല ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അത് മർക്കസ് എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് തന്നെയാണല്ലേ? ഓക്കെ, ശരി. നിങ്ങളാരാ വിളിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേട്ട ശബ്ദം സിറാജ് ദിനപത്രത്തിന്റെ ന്യൂസ് ബ്യൂറോ ആയി സംസാരിച്ച ശബ്ദമാണ്. അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിച്ചതായി നിങ്ങൾക്ക് കേൾക്കാം. ഇത് മർക്കസിൽ നടന്ന കേശ പ്രദർശനത്തിന്റെയും അതുപോലെ തന്നെ അവിടെ നടന്ന കേശം മുക്കി എന്ന് പറയുന്ന വെള്ളത്തിന്റെയും വിതരണ സംബന്ധിച്ചുള്ള വാർത്ത കൊടുക്കണ്ട എന്ന് ഉള്ള തീരുമാനം അത് മർക്കസ് നേതൃത്വം തന്നെയാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതായത് അവരുടെ പത്രത്തിന്റെ സ്വയം തീരുമാനമല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. കാരണം ഇത് പറയാൻ കാരണം പലപ്പോഴും അത് പത്രക്കാർ കൊടുക്കാഞ്ഞിട്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലുകൾ ചില ആളുകൾ നടത്തുന്നുണ്ട്. ഇനിയും നടത്താനുള്ള ചാൻസ് ഉണ്ട്. അത് 100% ഇതോടുകൂടി പൊളിയുകയാണ്. ഇനിയെങ്കിലും സത്യാന്വേഷികളായി വല്ലവരും ബാക്കിയുണ്ടെങ്കിൽ അവരുടെ കണ്ണു തുറപ്പിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവിടെയുള്ള കേശം അതിൽ വിശ്വസിക്കാത്തവരാണ് ഈ സംഘടനയുടെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും എന്ന് തെളിവ് സഹിതം ഞങ്ങൾ സമർത്ഥിച്ചതാണ്. അവർക്ക് വിശ്വാസമില്ല എന്നുള്ളതിന് ശബ്ദരേഖ ഞങ്ങൾ പുറം ലോകത്തേക്ക് വിട്ടതാണ്. അവരുടെ ഏറ്റവും ഹൈക്കമാൻഡായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും അതുപോലെ തന്നെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കും അതുപോലെ തുടങ്ങുന്ന അവരുടെ നേതാക്കന്മാർക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ല. പാവപ്പെട്ട അണികളെ എന്തിനിയും വഞ്ചിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഏതായാലും ഈ വാർത്ത, ഈ വെള്ളം വിതരണത്തിന്റെയും അതുപോലെ തന്നെ കേശ പ്രദർശനത്തിന്റെയും വാർത്ത പുറം ലോകം അറിയിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. പക്ഷേ നാം മനസ്സിലാക്കുന്നത് ഇപ്പോഴും അവിടെ വർഷാവർഷം ഈ കേശം ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുന്നത് കൂടെ ഇപ്പോൾ കുറച്ച് ബാക്കിയുള്ള ബുദ്ധി കുറഞ്ഞ അണികൾ അവര് കൊയ്തു പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാവുന്നതാണ്.